ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയെ നീലിമയുടെ ഗുണ്ടകളും ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. തോക്കൊക്കെ ചൂണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ ഭാര്യ എത്രയും വേഗം ഇവിടെ പണം കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വേണ്ട സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുറുക്കം പോലും അവിടെ എത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ ശ്രുതി കണ്ടെത്തുന്ന മാർഗം മീൻ മേടിക്കാനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് ഇതുവരെ തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ശ്രുതിയും മീരയും കൂടിയിട്ട് ആന്റണിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ ആന്റണിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതിയെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ അവൻ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. ഇവരാശ്വാസത്തിലാണ്. എന്തായാലും നമ്മുടെ ശ്രുതി നീലിമയെ വിളിക്കുകയാണ്. നിന്റെ ഭാര്യയാണ് വിളിക്കുന്നത്, അപ്പൊ ശ്രുതിയൊന്നും ചെയ്യരുത്, എത്രയും പെട്ടെന്ന് പൈസ കൊണ്ടു തന്നാൽ ഞാൻ നിന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ കൊന്നു കളയുമെന്നും നീലിമ പറയുമ്പോൾ ഒന്നും ചെയ്യരുത്, എനിക്ക് കുറച്ച് സമയം കൂടി തരണം, ഞാൻ പൈസയുടെ അന്വേഷണത്തിലാണ്, ശ്രുതിയോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പറ്റില്ല, നീ ആദ്യം പൈസ കൊണ്ട് വന്നിട്ട് നിനക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് നമ്മുടെ നീലിമ. അതിനുശേഷമാണെങ്കിൽ ഇനി എന്തായാലും ആന്റണി നോക്കിക്കോളും എന്നൊരു ധൈര്യത്തിൽ ശ്രുതി വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഇവിടെയാണെങ്കിൽ അച്ചമ്മയും അതുപോലെ സച്ചിയും രവീന്ദ്രനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവൾ എവിടേക്കാ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾ അവിടേക്ക് മീനൊക്കെ വാങ്ങിയിട്ട് ഉടനെ തന്നെ എത്തുകയാണ്. അപ്പൊ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എത്ര നേരമായി നീ പോയിട്ട്, ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? അപ്പോൾ സച്ചി പറയാണ്, എന്തൊക്കെയോ കള്ളത്തരം ഉണ്ട് അച്ചമ്മ, പിടിക്കണം അച്ചമ്മ എന്തായാലും ഇവളെ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവിടെ നിന്നൊക്കെ തടി ഊരുന്നുണ്ട്. പല നുണകളും പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അതേ സമയത്താണെങ്കിൽ ശ്രുതിക്ക് പകരമായിട്ടുള്ള നമ്മുടെ വർഷയാണെങ്കിൽ, ശ്രീകാന്തിന്റെ ഭാര്യ വർഷ എല്ലാ സഹായത്തിനും കൂടെ നിൽക്കുകയാണ്. സച്ചിയോടൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, സച്ചിയേട്ടന് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇപ്പൊ വർക്കിനൊന്നും പോകുന്നില്ലല്ലോ സച്ചി, രേവതിയെ തന്നെ നോക്കിയിരിക്കുകയാണല്ലോ, അപ്പൊ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണോ, അങ്ങനെ രേവതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പുറകെ നടന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു കൂടപ്പിറപ്പിനെ പോലെ ചെയ്യുന്ന കണ്ടിട്ട് സച്ചി പറയുന്നുണ്ട്, ഈ വർഷയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് വർഷയുടെ നല്ല സ്വഭാവമാണെന്ന് പറയുമ്പോൾ, ഞാൻ വർഷയുടെയും ശ്രീകാന്തിന്റെയും വിവാഹം നടത്തി കൊടുത്തു എന്നും പറഞ്ഞ് എന്നോട് ഭയങ്കര ദേഷ്യമില്ല സച്ചിയേട്ടൻ, ഇപ്പൊ എന്ത് തോന്നുന്നു, കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് പറയാണ്. അത് ശരിയാണ്, നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്ന പോലെ ആവില്ലല്ലോ ജീവിതം. എന്തായാലും അവള് ഒരു കൂടപ്പിറപ്പ് തന്നെയാണ്, അവൾ അങ്ങനെ തന്നെയാണ് നമ്മളെ കാണുന്നത് എന്ന് പറയുന്നൊക്കെയുണ്ട്. അതിനുശേഷം നമ്മുടെ ഇവരെ കാണിക്കുന്നുണ്ട്, സുധിയെ കാണിക്കുകയാണ്. എന്തായാലും സുധിയെ അവിടെ ആകെ പെട്ടുപോയ രീതിയിൽ നിൽക്കുകയാണ്. തോക്കിന്റെ മുന്നിൽ അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളെ കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.